പുരുഷന്മാർ കല്യാണം കഴിച്ചു വരുന്ന സ്ത്രീകൾ വീട്ടുപണിക്കല്ല എന്നും മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്കും ഇല്ല എന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത്തരം ഇതുപോലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വഴിയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇത്തരം ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വഴി സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. ഒരു വീടാവുമ്പോൾ അതിൽ വീട്ടുജോലി ഉണ്ടാവും, എല്ലാ ജോലി ഉണ്ടാവും. സാധാരണ നിലയ്ക്കനുസരിച്ച് സ്ത്രീകൾ വീട്ടുജോലി ചെയ്യുകയും പുരുഷന്മാർ ഔട്ട്സൈഡ് പോയിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ചു വരിക, ഇതാണ് അവസ്ഥ. ഇതിന് വിഘാതമാകുന്ന തരത്തിലാണ് ഈ നിയമം നടപ്പിലാക്കുക വഴി ഉണ്ടാകുന്നത്. അതായത് പുരുഷനും സ്ത്രീയും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ പുരുഷനും സ്ത്രീയും ജോലി ചെയ്യണം, എന്നിട്ട് വീട് നോക്കണം. അപ്പോൾ ഈ പുരുഷൻ്റെ മണ്ടയിൽ മാത്രം ഇടുന്ന സമ്പ്രദായം, അത്തരം നിയമങ്ങൾ നല്ലതിനല്ല. പുരുഷന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, പുരുഷന് മാത്രമേ മാതാപിതാക്കളെ നോക്കണ്ടോ. പിന്നെ ഈ വിവാഹം കഴിച്ചു വരുന്ന ഭാര്യ പിന്നെ എന്തിനുള്ളതാണ്? വീട്ടുജോലി തുല്യമായിട്ട് നോക്കണം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ജോലിയും വീട്ടിലെ ഇതിന് പുറമേയുള്ള ജോലി പുരുഷൻ്റെ മണ്ടയിലേക്ക് ഇടാൻ പാടില്ല. എല്ലാം പുരുഷൻ സഹിക്കണത്ര. ഇതെന്ത് നിയമം? അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭാര്യ ഡൈവേഴ്സ് ചെയ്ത് പോയാൽ ഭാര്യയ്ക്കുള്ള ചിലവ് പുരുഷൻ കൊടുക്കണത്ര. അതെന്ത് ന്യായം? എല്ലാവരും തുല്യരാണെങ്കിൽ പിന്നെ പുരുഷൻ എന്തിനാണ് ഡൈവേഴ്സ് ചെയ്ത ഭാര്യയ്ക്ക് പൈസ കൊടുക്കേണ്ട കാര്യം? അങ്ങനെ ഇതുപോലുള്ള പല നിയമങ്ങളും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ഈ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കില്ലത്ര. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ അച്ഛനമ്മനെ ആരും നോക്കും? ഇതുപോലെ നിയമങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ നോക്കുന്നില്ല, ഇനി സ്ത്രീകൾ നിയമപരമായിട്ട് നോക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ വൃദ്ധന്മാരും കൂടുന്ന അവസ്ഥ വരും. അവരെ നോക്കാനായിട്ട് ആളില്ലാത്ത അവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത്. മറ്റേ പുരുഷനെ സംബന്ധിച്ചോളം ഭാര്യയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരെ വിട്ടിട്ട് വേറെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നതാണ് കോടതി പറയുന്നത്. പുരുഷൻ്റെ കടമയാണ് അത്ര. അപ്പോൾ പുരുഷന് ഇവിടെ മാത്രമായിട്ട് വന്ന് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കണ്ടെത്തി സർക്കാർ തന്നെ ഇതിനൊരു നിയമം നടപ്പിലാക്കണം. അല്ലെങ്കിൽ ഇത് ദൂരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്.